നമുക്കാണ് ആദ്യം തിരുവോണമായതല്ലേ. സിഡ്നിയിലായതുകൊണ്ട് നാട്ടിലേക്കാൾ ഒരു 4.5 മണിക്കൂർ മുമ്പിലായതുകൊണ്ട് നമ്മളാണ് ആദ്യം ആഘോഷിക്കുന്നത്. ഓണമാണെങ്കിലും നമ്മൾ ഹായ്ക്കുട്ടിനെ സ്കൂളിൽ പറഞ്ഞു വിട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ചെറിയ സദ്യയൊക്കെ ഒരുക്കാൻ പോവുകയാണ്. നമ്മളെന്തായാലും ഉച്ചയ്ക്ക് സദ്യ കഴിക്കലൊന്നും നടക്കില്ല. ഹായ സ്കൂളിലാണ്, നിബിൻ ഇന്ന് വർക്കുണ്ട്. അപ്പം നമുക്ക് കുക്കു, സ്നേഹ, ഫാമിലി എല്ലാവരും വരും. അപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ ഡിന്നറാണ് ഓണസദ്യ കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെ, നമുക്ക് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനം പായസമാണല്ലോ. പായസം നമ്മൾ മിൽമയുടെ പാലട മിക്സ് വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്നത്. നിബിൻ നാട്ടിൽ പോയപ്പം റിലയൻസിൽ പോയപ്പം ചാടിക്കേറി എടുത്ത നിബിൻ്റെ സെലക്ഷനിൽ എടുത്തൊരു സാധനമാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, നമുക്ക് ഉണ്ടാക്കി നോക്കണം. അപ്പം ഈ പാലടയുടെ കൂടെ ഇല്ലേ ട്രിവാൻഡ്രംകാരൊരു സാധനം കഴിക്കുക. അതെന്താണെന്ന് അറിയുമോ? എന്താണ്? ബോളി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ടിവിയിലും അല്ലെങ്കിൽ വേറെ ആൾക്കാർ പറഞ്ഞു കിട്ടുന്ന ഒത്തിരി കേട്ടിട്ടുണ്ട് ഈ ബോളി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാണ് ഞാൻ. നമ്മൾ ആദ്യത്തെ കോട്ടിംഗ് ആയിട്ട് മൈദ, മഞ്ഞപ്പൊടി മിക്സ് ചെയ്ത് കുഴച്ച് ഞാൻ വെച്ചിരിക്കുന്നതാണ്. ചപ്പാത്തിയുടെ പരിവല്ല കേട്ടോ, കുറച്ചുകൂടി ലൂസാണ്. അത് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമ്മുടെ പരിപ്പ്, കടലപ്പരിപ്പ് വേവിക്കാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി വെന്ത് പോകണ്ടാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടില്ല, ചെറിയ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അതാണ് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. ഈ മൈദയുടെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് ഇതാണ്. അപ്പം പതിയെ കാണിച്ചു തരാം. നിങ്ങൾ ഈ മെസ്സൊന്നും നോക്കണ്ട കേട്ടോ. ഓണമാണല്ലോ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ എടുക്കുന്നതുകൊണ്ട് കിച്ചൺ മുഴുവൻ ഇപ്പം ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ. നമ്മൾ സാമ്പാർ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കോസ്കോയിലെ കോക്കനട്ട് ഓയിലാണ്. കോസ്കോ ഉള്ളതുകൊണ്ട് നമുക്ക് സിംഗപ്പൂരിൽ പക്ഷേ കോക്കനട്ട് ഓയിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഇന്ത്യൻ സാധനങ്ങൾ കൂടുതലുണ്ട്. എന്തായാലും നമുക്ക് കോസ്കോയുടെ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സദ്യ ആഘോഷിച്ചാൽ മാത്രം പോരാ, പണിയെടുക്കണം. അതുകൊണ്ട് പാലട ഉണ്ടാക്കുന്നത് നിബിനാണ് കേട്ടോ. ഇത് ശരിയാകുന്നില്ലല്ലോ ഇവിടെ. ഞാൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഒന്ന് നോക്കട്ടെ. സ്റ്റോപ്പ് ചെയ്ത് 15 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ പായസം ആകുമെന്നാണ് അവർ പറയുന്നത്. കണ്ടത് കുത്തി വരുന്നുണ്ട്. നമ്മൾ സാമ്പാറിലേക്ക് കാണിക്കാൻ പോയിട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ സാമ്പാർ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുള്ളതുകൊണ്ട് നമുക്കതിൻ്റെ എക്സാക്ട് പ്രോസസ്സ് അറിയില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. എനിക്ക് പെട്ടെന്ന് ഡൗട്ടായി നമ്മൾ കടുക് പൊട്ടിക്കുമെന്നൊക്കെ സാമ്പാറിൽ. പൊട്ടിത്തുറക്കുന്നുണ്ടല്ലോടാ. നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ ഇടാതെ. ഈ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ചെയ്യുന്നത് തക്കാളിയും വെണ്ടക്കയും കൂടെ ഈ സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനത് ഓൾറെഡി വേവിച്ചു ഇടാം. എനിക്ക് നന്നായിട്ട് കുഴഞ്ഞു വരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മളത് ഓൾറെഡി ഇട്ടു. ഇനിയാണ് നമ്മുടെ കഥയിലെ താരം. ആരാ? ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ. എല്ലാവരും ഒത്തിരി പേര് പറയുന്നത് കേൾക്കാവേ, ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി ഭയങ്കര നല്ലതാണെന്ന്. നമുക്കും ട്രൈ ചെയ്ത് നോക്കാം. എത്ര സ്പൂൺ ഇടണമെന്ന് പോലും അറിയില്ല. എന്തായാലും നമുക്ക് 2 സ്പൂൺ ഇടാം. 2 ബിഗ് സ്പൂൺ സാമ്പാർ പൊടി ഇടാൻ പോവുകയാണ്. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മുടെ LG കായം, പിന്നെ കളറിന് ഇച്ചിരി കാശ്മീരി ചില്ലി കൂടി ഇട്ടാലോ. ഇപ്പം നമ്മുടെ സാമ്പാർ കുറച്ച് യെല്ലോയിഷാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ചില്ലിപ്പൊടിയും കൂടി ഇടാം. എല്ലാം കഴിയുമ്പം സാമ്പാർ ആകുമായിരിക്കും. അമ്മമാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, നമ്മുടെ ഉടായ്പ സാമ്പാറാണിത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേടാ. മാളിപ്പോയെന്ന് വിചാരിച്ചു, പക്ഷെ അവസാനം ശരിയായിട്ട് വന്നു കേട്ടോ. നല്ല അത്രയും പൊടി ഇട്ടത് കൊണ്ടാണ് ഈ കളറിൽ നമുക്ക് കിട്ടിയത്. സംഭവം റെഡി ആയിട്ടുണ്ട്. കുറച്ചിരുണ്ട്, അതുകൊണ്ട് പിള്ളേർക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്തിനായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബോളിക്കുള്ള കടലപ്പരിപ്പില്ലേ, അതിലേക്ക് പഞ്ചസാര, അതുപോലെ തന്നെ ജാതിക്ക, നമ്മുടെ നട്ട്മെഗ്, അതിൻ്റെ പൊടിച്ചിരി ചേർത്തേ. പിന്നെ നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അടിപൊളി മണം വരുന്നുണ്ട്. മറ്റേ
ഏലക്കയുടെയൊക്കെ. അപ്പോൾ ഇതും നമ്മുടെ പായസവും കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കുറേ നാളായി നമുക്ക് ബോളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കി നോക്കുന്നത്. പാലട എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര വെള്ളം പോലെ ഇരിക്കുന്നു. പാലട എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലെന്ന് പറയാനുള്ള കാരണം ഇതാണ്, വലിയ രസത്തിൽ വന്നിട്ടില്ല കേട്ടോ. മിക്സ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഇനിമേ നമ്മൾ സെറ്റാക്കി എടുക്കും, അവസാനം എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കും. ഇതിനെയായി നമ്മൾ ഹായക്കുട്ടിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഫുഡിൽ അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആള്. അവളുടെ അത്തപ്പൂക്കൾ അവിടെ നടക്കട്ടെ, നമ്മുടെ ബോളി ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് കാസറോൾ ഉണ്ടാക്കി വെക്കാൻ ഓർത്തു. ഇതാണ് നമ്മുടെ മൈദ മാവ്. ഞാൻ ഒരു സ്മോൾ ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പരിപ്പ് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പൊടികളും പഞ്ചസാരയൊക്കെ ഇട്ട് വരട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ചൂടാറി കഴിഞ്ഞപ്പോൾ മിക്സിയിലിട്ട് അടിച്ചത് അതും ഇതുപോലെ ഉരുട്ടി എടുക്കുകയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അത് മൂടിയിട്ട് നമ്മൾ പരത്തി എടുക്കുക. അങ്ങനെ ഞാൻ കണ്ടോണ്ട് ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അരിപ്പൊടി വെച്ചാണ് നമ്മളത് പരത്തിയത്. ഇനി ഞാനത് ഇങ്ങോട്ട് ഇടാൻ പോവുകയാണ്. നമുക്ക് നെയ്യ് തടവി വേണം ചുട്ടെടുക്കാനായിട്ട് കേട്ടോ. നെയ്യ് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ചുട്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പ്. ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ആയി വരുമ്പോൾ നമുക്ക് കാണാം. നമ്മുടെ ബോളിയൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല പപ്പട്ടം പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് പെർഫെക്റ്റ് ബോളി. ഈ ബോളിയുടെ കൂടെ എന്താണ് കഴിക്കുന്നത്? കറിക്ക് കറിയല്ല, പാൽപ്പായസം. നല്ല ബ്രൗൺ കളർ ബോളി കേട്ടോ. ബ്രൗണോ? ഇത് യെല്ലോ ആണത്. അല്ല, അതിന്റെ മേളില് ബ്രൗൺ കളർ. ഗോൾഡൻ? യു മീൻ ഗോൾഡൻ? ഗോൾഡൻ. ഇവരെ ദോഷി, ഇവർ പറയുന്നതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക കേട്ടോ. ഹായ, ഹാപ്പി ഓണം. അപ്പൊ എന്തിനാ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ? ഡാഡ പപ്പടം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞോ? ഓ, ഡാഡയുടെ എല്ലാ വർഷവും ഓണത്തിനുള്ള ഒരു പരിപാടിയാണ് പപ്പടം കാച്ചുന്നത് ബൈ നിതിനാണ്. അത് പ്രൊഫഷണലി കാച്ചാൻ നോക്കിയിട്ട് സക്സസ് ആവുന്നില്ലെന്ന് തോന്നുന്നു. ഓർഡർ ഇവിടെ എണ്ണ ചൂടായിട്ട് ഉള്ള പപ്പടം ഇടാൻ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം പൊന്നെ, ഹാപ്പി ഓണം പറ കുക്കുമാരുടെ. പൂക്കളില്ലാതെ എന്ത് ഓണാഘോഷം. പണ്ട് നമ്മളെ സ്കൂളിൽ പൂക്കള മത്സരവും അത് പൂ മേടിക്കാനുള്ള കാശ് പിരിക്കുന്നതും ഒക്കെ നമുക്കിപ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. ഇപ്പം നമ്മൾ തൽക്കാലം കോൾസിൽ നിന്ന് വാങ്ങിച്ചൊരു ബൊക്ക വെച്ചിട്ടാണ് പൂക്കളിടാൻ പോകുന്നത് കേട്ടോ. സിഡ്നിയിൽ നിന്ന് പൂ പറിച്ചിട്ട് ഇനി പോലീസ് പിടിച്ചൊന്നും വേണ്ട, അതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് പൂ വാങ്ങിച്ചു. അത് വെച്ചിട്ടൊരു കുട്ടി പൂക്കളം റെഡിയാക്കി കേട്ടോ. കുട്ടി പൂക്കളം രാത്രിയിലാണ് നമ്മൾ ഓണാഘോഷിക്കുന്നത്. നമ്മുടെ കുട്ടി പൂക്കളം ഉണ്ട് ഇവിടെ. അവിടെ ഒരാളെ കൊണ്ടുപിടിപ്പിക്കാൻ നമ്മൾ പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ പത്തോടൊന്നുമില്ല, മുണ്ടിലൊതുക്കി. എല്ലാം കിട്ടിയില്ലേ? നാട്ടിലായിരുന്ന സമയത്ത് ഈ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല കേട്ടോ. ഇപ്പോൾ ദേ ഹായക്കുട്ടൻ്റെ നദയിലും വന്നു കഴിഞ്ഞപ്പം നമുക്ക് ഉത്തരവാദിത്തമായി. അതുകൊണ്ട് അവർക്ക് തന്നെ ആദ്യത്തെ ഇല ഇട്ട് കൊടുത്തു. അവർ സദ്യ കഴിക്കുന്നത് കണ്ടോണേ നല്ല ക്യൂട്ടാണ്. ഹായക്കുട്ടനാണെങ്കിൽ പപ്പടം മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ, കുറച്ച് ചിപ്സും കാവർത്തത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ആൾ. പിന്നെ ഞാൻ ഒരു വിധത്തിൽ പരിപ്പും നെയ്യും കൂട്ടിയിട്ട് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ വലുതായെന്ന് ഓർക്കുമ്പോൾ ഒരു ആശ്വാസം. എൻ്റെ കുട്ടിയായിപ്പോയി, എല്ലാവരുടെയും ഞാൻ കാണിച്ചു തന്നേനെ. എന്താ പറയുക അല്ലേ, അവരവരുടെ ഇഷ്ടത്തിന് കഴിക്കട്ടെ അല്ലേ. നമ്മളും നമ്മുടെ ഇഷ്ടത്തിനാണ് കഴിച്ചത്. അപ്പം നമ്മൾ കറികളും ചോറും ഒക്കെ നടുക്ക് വെച്ചിട്ട് നമ്മളും വട്ടത്തിനിരുന്നങ്ങ് സദ്യ കഴിച്ചു. അപ്പം മിക്ക പ്രവാസികളുടെയും ഓണാഘോഷം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും. നൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. നമ്മുടെ ബോളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മളൊന്ന് ആസ്വദിച്ച് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓണമായിട്ട് പൂക്കളായി സദ്യയായി. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല പോലെ ഉറങ്ങാനാണ് തോന്നാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കളി കളിക്കാമെന്ന് വിചാരിച്ചു. ഓണത്തല്ലില്ല കേട്ടോ, അതിന് പകരം നമ്മൾ സുന്ദരിക്ക് പൊട്ട് തൊട്ടു. പിന്നെ നമ്മൾ ദംഷറാട്സ് ആണ് കളിച്ചത്. നമ്മുടെ സ്ഥിരം കളികളാണ് ഇത് രണ്ടും. ആരാ ചേച്ചിയെന്ന് പറയുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് മനസ്സിലായെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ.
തൊടാൻ നമ്മൾ നേരെ കൊണ്ട് ഒട്ടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അയ്യോ, ഒരു പ്രാവശ്യം തൊടാം. ഞാൻ നേരെ കൊണ്ട് വെക്കില്ല, അതൊന്നുമില്ല. എവിടെയാ അപ്പോൾ ഇതായിരുന്നു ഈ വർഷത്തെ നമ്മുടെ ഓണാഘോഷം. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഇനിയും ഓണാഘോഷങ്ങൾ വീണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഓണാശംസകൾ. ഓണം തീർന്നാലും വീണ്ടും ആശംസകൾ നേരാലോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ബൈ. അല്ല അത് ആ വാക്ക് വിട്, ഭയങ്കര പാട്.